ശത്രുക്കളിൽ നിന്ന് കാവൽ കിട്ടുക. സാക്ഷാൽ ഇബിലീസ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഷെയ്ത്താനിൽ നിന്ന് കാവൽ കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. കാവൽ കിട്ടണം. ഷെയ്ത്താൻ്റെ ഇടങ്ങേറ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ കഴിഞ്ഞു കാര്യം. കാരണം എന്തേ? ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, വീട്ടിൽ സമാധാനക്കേടായിരിക്കാം, മക്കളെ കൊണ്ടുള്ള സ്വൈര്യക്കേടായിരിക്കാം, കുടുംബം ഇടങ്ങേറായിപ്പോവും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വലിയ ശത്രുവിൽ നിന്ന് കാവൽ കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നൊരു സംഗതിയാണ്. അതുപോലെ തന്നെ മനുഷ്യ പിശാചുക്കൾ, അതായത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ശത്രുക്കൾ, അതാണ് ഉദ്ദേശിച്ചത്. അവരിൽ നിന്നും കാവൽ കിട്ടാനുള്ള വഴികൾ ഒരു 4 മാർഗങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. നമുക്കുള്ള ശത്രുക്കളെ മുഴുവൻ അടിപതർപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ മൊത്തം പരാജയപ്പെടുത്തുന്ന, ആ ശത്രുക്കളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന, ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ അകറ്റാൻ പറ്റുന്ന ഒരു 4 പവർഫുള്ളായ അമലുകൾ. എല്ലാ അമലുകളും ചിലപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയായിരിക്കാം, നമ്മൾ ചൊല്ലി പരിചയമുള്ളതായിരിക്കാം. ഈ 4 അമലുകളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഒരു ശത്രുവും നമ്മളുടെ നേരെ നിൽക്കൂല, ഒരു ശത്രുവും നമ്മളോട് ഇടങ്ങേറിന് വരൂല. സാക്ഷാൽ ഇബ്ലീസ് പോലും നമ്മുടെ അടുക്കൽ നിന്നും ഓടി ഒളിക്കുകയും നമ്മുടെ അടുക്കൽ നിന്നും മറഞ്ഞു പോവുകയും ചെയ്യുന്ന അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് ആ പവറുള്ള അമലുകൾ എന്ന് ഒന്ന് കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. പലപ്പോഴും വിളിച്ച് പലരും സങ്കടം പറയുന്ന, അല്ലെങ്കിൽ പരിഹാരം തേടുന്നൊരു വിഷയമാണ് ഷെയ്ത്താൻ്റെ ഷെറുണ്ടോ എന്ന് ഒന്ന് നോക്കിത്തരണമെന്ന്. ഷെയ്ത്താൻ്റെ ഇടങ്ങേറുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബാധിച്ചതാണോ, ഷിഹർ ബാധിച്ചതാണോ, കണ്ണേർ ബാധിച്ചതാണോ എന്നിങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ഷെയ്ത്താൻ്റെ ഇടങ്ങേറ് കുറച്ച് കട്ടിയുള്ള സംഗതി തന്നെയാണ്, ഇല്ലേ? ഇബിലീസ് ഷെറാക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീരും. എന്നാൽ അതിൽ നിന്ന് കാവൽ കിട്ടാനുള്ള വഴികളുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് വഴികളുണ്ട്. സാക്ഷാൽ ഇബിലീസ് തന്നെ പഠിപ്പിച്ചു കൊടുത്ത വഴികളുണ്ട് ഇബിലീസിൽ നിന്ന് കാവൽ കിട്ടാൻ. ഇത് നമ്മളൊന്ന് ജീവിതത്തിൽ പതിവാക്കിയാലോ പ്രൊട്ടക്ഷൻ തീർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും വീടിനും ഒക്കെ കാവലായിരിക്കും. സാക്ഷാൽ ഇബിലീസിൽ നിന്ന് കാവൽ കിട്ടണം. നമുക്ക് എളുപ്പമുള്ള ഒരു 4 വഴികൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ശത്രുക്കളിൽ നിന്നും, അത് ഇബ്ലീസ് ശൈത്താന്മാർ മാത്രമല്ല, മനുഷ്യ പിശാചുകൾ, മനുഷ്യന്മാരായ ശൈത്താന്മാരുണ്ടല്ലോ, അവരിൽ നിന്ന് പോലും കാവൽ കിട്ടുന്ന ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ നമുക്കൊക്കെ അറിയുന്ന ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി പതിവാക്കണം. എല്ലാ നിസ്കാര ശേഷവും മുടങ്ങാതെ ഉറപ്പായും ചൊല്ലിയിരിക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും ആയത്തുൽ കുർസി ഓതുക. ഈ 2 സംഗതികൾ, 2 നേരങ്ങളിൽ നിങ്ങൾ ആയത്തുൽ കുർസി പതിവാക്കിക്കോ. ഇൻഷാ അല്ലാഹ് സാക്ഷാൽ ഇബ്ലീസ് നിങ്ങളുടെ അരികിലേക്ക് പോലും വരൂല. ഇത് നമ്മുടെ മക്കളെ കൊണ്ട്, കുടുംബത്തെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് ചൊല്ലിക്കുക. ആയത്തുൽ കുർസി പതിവാക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കാം ഇൻഷാ അല്ലാഹ്. എളുപ്പമല്ലേ? നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി. അപ്പോൾ ഇത് പ്രത്യേകമായി അതിന് പഠിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഈ അറിയുന്ന അമലാണെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, സമയം കണ്ടെത്തുക. അവിടെയാണ് വിജയിക്കുക. പലപ്പോഴും നമുക്കറിയാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഇന്ന നേട്ടമുണ്ട്. പക്ഷേ ഫാത്തിഹ ഓതാൻ നമ്മൾ ആകെ തിരഞ്ഞെടുക്കുന്ന സമയം നിസ്കാരമാണ്. നിസ്കാരത്തിൽ ഓതുള്ളൂ. അല്ലാത്ത സമയത്ത് എപ്പോഴാണ് ഫാത്തിഹ ഓതുന്നത്, അല്ലേ? അതുപോലെ തന്നെ പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്താൽ കൂലി ഉണ്ടാകും, വലിയ മഹത്വം ഉണ്ടാകും എന്നറിയാം. പക്ഷേ ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ചെയ്യാൻ സമയം മെനക്കെടുന്നില്ല. ഇത് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂലി കിട്ടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2ാമത്തെ അമൽ എന്ത് ചെയ്യുക? ഇഖ്ലാസും മുഅവ്വിദത്തൈനും. അതും നമുക്കറിയുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ എന്ത് ചെയ്യണം? രാവിലെ 3 പ്രാവശ്യം ഓതണം, വൈകുന്നേരം 3 പ്രാവശ്യം വീതം ഓതുക. രാവിലെ സുബഹിക്ക് ശേഷം ഒരു 3 തവണ വീതം ഈ 3 സൂറത്തും, ഇഖ്ലാസും ഫലക്കും നാസും എന്ത് ചെയ്യുക? 3 തവണ വീതം ഓതുക. വൈകുന്നേരം മഗ്രിബിന് ശേഷവും 3 തവണ വീതം ഓതുക. ഇങ്ങനെ ആരെങ്കിലും പതിവാക്കി എല്ലാ ദിവസവും തുറന്നു കഴിഞ്ഞാൽ സാക്ഷാൽ ഇബ്ലീസ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂല എന്ന്, അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരൂല. ആ കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കും, കാവൽ കൊടുക്കുമെന്നാണ്. ഇത് മഹാന്മാർ പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ ഇത് പതിവാക്കിയാൽ മിനൽ ജിന്നത്തി വന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള ശൈത്താന്മാരുണ്ടല്ലോ, അവരിൽ നിന്നും പ്രൊട്ടക്ഷനാണ് എന്ന്. അതായത് നമ്മെ ഇടങ്ങേറാക്കുന്ന പല ശത്രുക്കളുണ്ടാവും, ഇല്ലേ? നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന ചിലപ്പോൾ അയൽവാസികളുടെ കോലത്തിലായിരിക്കും ആ ശത്രു ഉണ്ടാകുക, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കോലത്തിലായിരിക്കും, കുടുംബാദികളുടെ കോലത്തിലായിരിക്കും, ചിലപ്പോൾ മക്കളുടെ കോലത്തിലടക്കം ഉണ്ടാവും. അപ്പോൾ ഷെറിൽ നിന്ന് കാവൽ കിട്ടാൻ, ഈ മനുഷ്യ ശൈത്താന്മാരിൽ നിന്നും കാവൽ കിട്ടാനും എന്താണ് ഈ ഒരു ഇഖ്ലാസ് മുഅവ്വിദത്തൈനി 3 തവണ വീതം രാവിലെയും വൈകുന്നേരവും പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് സകല ഷെറിൽ നിന്ന് കാവൽ കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. നിബിധങ്ങളുടെ ഹദീസിലും എന്ത് ചെയ്യുക? എല്ലാ ശത്രുക്കളിൽ നിന്നും കാവൽ കിട്ടാൻ പഠിപ്പിക്കപ്പെട്ട ഹദീസുകളിൽ ഈ സൂറത്തുകൾ പ്രതിപാദിക്കുന്നതായി കാണാം.
അള്ളാഹു എല്ലാ ഷെറുകളിൽ നിന്ന് കാവൽ നൽകട്ടെ, എല്ലാ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തി തരട്ടെ. ഇനി മൂന്നാമത്തെ ശക്തമായ ഒരു ദുആ കാണാം. ഇത് പഠിച്ചു വെച്ചോളി. ഏതാണ്? നമ്മൾ സാധാരണ ഹദ്ദാദ് റാത്തീബിലൊക്കെ ചൊല്ലാറുള്ളൊരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന ദുആ രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അപകടങ്ങളിലും അയാളെ പെടുത്തൂല എന്ന് മാത്രമല്ല, ഒരു ഷെറുകളിലും ഒരു ഇടങ്ങേറ് പിടിപ്പിക്കുന്ന സാധനങ്ങളിലും അള്ളാഹു പെടുത്തിക്കളയൂല, ഒരു ഷെറിലും പെട്ടുപോകൂല ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ ദുആ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം, രാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും എന്ത് ചെയ്യുക, 3 തവണ വീതം ആരെങ്കിലും ഒരാൾ ഈ ഇസ്മ എന്ത് ചെയ്താൽ, ഇസ്മല്ല, ഈ ഒരു ദുആഇനെ പതിവാക്കിയാൽ ഒരു ഷെറിലും അയാൾ പെട്ടുപോകൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലിക്കൂടെ? നമുക്കറിയുന്ന ഒരു ദുആയാണ്, പലപ്പോഴും നമ്മൾ ചെല്ലുന്ന ദുആയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് 4-മത്തെ ഒരു അമല് കാണാം. എന്താണ്? മറ്റൊരു ശക്തമായ ദുആ തന്നെയാണ്. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതറിയില്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഇത് പതിവാക്കാം. ഇത് രാവിലെ 7 തവണയും വൈകുന്നേരം 7 തവണ വീതം പതിവാക്കാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അള്ളാഹു എനിക്ക് മതിയായവനാണ്, ഞാൻ അവനിലേക്ക് ഇതാ ഭരമേൽപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ ശത്രുക്കളെയും പിടിച്ചു കെട്ടാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്, അല്ലേ? വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ്റെ റബ്ബുൽ അർശിൽ അദീമാണ്, ഏറ്റവും മഹത്വമുള്ള അദീമായ ആ അർശിൻ്റെ റബ്ബാണ്. അർശിനെ പോലും പടച്ചവനായ അള്ളാഹു, അതിൻ്റെ പോലും സംരക്ഷകനായ അള്ളാഹുവാണ്. പിന്നെ എൻ്റെ കാര്യം അള്ളാഹുവിനെ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നും അല്ലല്ലോ, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഒരു ദുആഇനെ രാവിലെയും വൈകുന്നേരവും ഒരാൾ 7 തവണ വീതം പതിവാക്കുകയാണെങ്കിൽ ഒരു ഷെറിലും അയാൾ പെട്ടുപോകൂലാണ്. അപ്പോൾ 4 അമലുകൾ ഞാൻ പറഞ്ഞു, വളരെ എളുപ്പമുള്ള ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലഖ്, നാസ്. മൂന്നാമത്തത് ഈ പറഞ്ഞ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 4-മത്തത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ 4 അമലുകൾ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളൊന്ന് പതിവാക്കുക. ഇതിനൊന്നും വലിയ സമയമൊന്നും ആവശ്യമില്ല. ഒരു ഷെറിലും പെട്ടുപോകൂല ഇൻഷാ അല്ലാഹ്. ഒരു ശത്രുക്കളും നിങ്ങളുടെ അരികിലേക്ക് പോലും വരൂല. കാവൽ ലഭിക്കും, വലിയ പ്രൊട്ടക്ഷൻ ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശത്രുതയിലൊക്കെ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ശത്രുതയൊക്കെ മാറി നന്നാവട്ടെ. നമ്മളെല്ലാവരും നല്ല രൂപത്തിൽ ജീവിച്ച് മരിച്ചു പോകേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.